വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. ഒരു പേയിങ് ഗസ്റ്റ് പ്രണയം ഭാഗം 8. പിന്നീടുള്ള 2-3 ദിവസങ്ങൾ സാധാരണ പോലെ കടന്നുപോയി. ആ ദിവസങ്ങളിൽ പലപ്പോഴും ശ്രീകുമാർ അവിടെ വരാറുണ്ടായിരുന്നത് കൊണ്ട് ഷെറിനും വേദികയും ശ്രീകുമാറുമായി നല്ല കൂട്ടായി. യദുവിന്റെ കുക്കിംഗ് ക്ലാസ്സുകളും ഷെറിന്റെ വാചകമടിയും അതിനിടയ്ക്ക് വേദികയുടെ അടക്കി വെച്ച പ്രണയവും നൊമ്പരങ്ങളുമെല്ലാം പതിവ് പോലെ നടന്നു. വേദിക നല്ലൊരു സ്റ്റുഡന്റ് തന്നെയായിരുന്നു. യദു പറഞ്ഞും കാണിച്ചും കൊടുത്ത വിഭവങ്ങളെല്ലാം തയ്യാറാക്കുന്ന വിധം അവൾ വേഗം തന്നെ പഠിച്ചെടുത്തു. അതുപോലെ ചിക്കനും ബീഫും ഒക്കെ വാങ്ങുമ്പോൾ അല്പം മൈദപ്പൊടിയിട്ട് ക്ലീൻ ചെയ്താൽ നല്ല പോലെ ക്ലീൻ ആകും, മീൻ വറുക്കുമ്പോൾ അല്പം ഇഞ്ചിയും കുരുമുളകും ചേർത്താൽ ടേസ്റ്റ് കൂടും തുടങ്ങിയ പൊടിക്കൈകളും അവൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. തന്നെ കാണുമ്പോൾ അവളുടെ കണ്ണുകളിൽ വിരിയുന്ന തിളക്കവും തന്നോടവൾ കാണിക്കുന്ന അടുപ്പവും അവൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നെങ്കിലും അവൾക്കൊരു പ്രതീക്ഷ നൽകാത്ത വിധത്തിൽ തന്നെയായിരുന്നു അവൻ അവളുടെ അടുത്ത് പെരുമാറിയിരുന്നത്. പക്ഷെ വേദികയുടെ മനസ്സ് ദിവസം ചെല്ലുന്തോറും അവളുടെ പിടിവിട്ടു പോയിക്കൊണ്ടിരുന്നു. 3-4 ദിവസങ്ങൾ കൊണ്ട് തന്നെ അവന്റെ മുഖം പറിച്ചെറിയാനാവാത്ത വിധത്തിൽ അവളുടെ മനസ്സിൽ വേരൂന്നിക്കഴിഞ്ഞിരുന്നു. അവനെന്ന പ്രണയം അരികത്തെത്തുമ്പോൾ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന മനസ്സിനെ കബളിപ്പിച്ചുകൊണ്ട് മനസ്സിലെ പിടപ്പും കണ്ണുകളിലെ തിരയിളക്കവും അവളുടെ മുഖത്ത് പ്രതിഫലിച്ചു തുടങ്ങി. എന്നാൽ അതേസമയം ഒരു പരിധി വിട്ട് അവൻ അടുപ്പം കാണിക്കാത്തതും അവളുടെ മനസ്സിനെ വേദനിപ്പിച്ചു. ഓഫീസിൽ നിതയാണെങ്കിൽ യദുവിനെ കാണുമ്പോഴൊക്കെ എന്തിനാ അവിടെ താമസിക്കുന്നത്, ഇവിടെ ഞങ്ങളുടെ ഹോസ്റ്റലിനടുത്ത് നല്ലൊരു പേയിങ് ഗസ്റ്റ് അക്കോമഡേഷൻ ഉണ്ട്, അങ്ങോട്ട് മാറിക്കൂടെ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. മച്ചാനാ നിതക്കേ, നിന്നോടൊന്നൊരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒരു ദിവസം വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ ശ്രീകുമാർ യദുവിനോട് പറഞ്ഞു, അതവളുടെ കോർണറിൽ തന്നെ ഇരിക്കത്തേ ഉള്ളൂ, നിനക്കറിയാവുന്നതല്ലേ എന്റെ കാര്യം. ഈടാ, അത് പണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചെന്നും പറഞ്ഞ് ഇപ്പോഴും അതും ആലോചിക്കാൻ പറ്റുമോ? ജസ്റ്റ് മൂവ് ഓൺ മാൻ. പറയാനൊക്കെ എളുപ്പമാ, പക്ഷെ പറ്റണ്ടേ. അവിടെയാന്നേ ആ വേദികയ്ക്ക് എന്തോ ഒരു പ്രത്യേകത എന്നോടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ കൊച്ചോ? എടാ, എന്നാ പിന്നെ നമുക്ക് അതാലോചിക്കാം. അതാവുമ്പോ നല്ല ഒന്നാം തരം കുട്ടിയുമാ. എനിക്ക് പൊടിക്കൊരു നോട്ടം ഉണ്ടായിരുന്നതാ, പേര് വരെ ഞാൻ ആലോചിച്ചു വെച്ചതായിരുന്നു, വേദിക ശ്രീകുമാർ. സാരമില്ല, പോട്ടെ, ഒരു സുഹൃത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ത്യാഗം അങ്ങ് ചെയ്തേക്കാം. ദീർഘമായി ശ്വസിച്ചുകൊണ്ട് ശ്രീകുമാർ പറഞ്ഞത് കേട്ട് യദു അവനെ തുറിച്ചു നോക്കി. ഒന്ന് പോയടാ, നിനക്ക് കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? യദുവിന്റെ ശബ്ദത്തിൽ ഈർഷ്യ നിറഞ്ഞിരുന്നു. എന്റെ മച്ചാൻ എനിക്ക് മനസ്സിലാകും, പക്ഷെ നീതൊരുമാതിരി പന്തം കണ്ട പെരിച്ചാഴിനെ പോലെ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഓടി വിളിച്ചിട്ട് എന്നാ കാര്യമാ? ഒന്നുമില്ലെങ്കിൽ നിന്റെ അമ്മയുടെ അമ്മുവിന്റെയും കാര്യം ഓർക്കണ്ടേ? അറിയാടാ, അതല്ലേ ഞാനിപ്പോ എങ്ങനെയെങ്കിലും നിൽക്കുന്നത്. അളിയ, എന്തായാലും ഈ ആഴ്ചത്തെ ട്രിപ്പിന് ഞാൻ ആ വേദികയുടെ കാര്യം ഒന്ന് ഇളക്കാൻ പോവുക കേട്ടോ. ഈ ശ്രീകുമാറിന്റെ കളി കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. പാർക്കിംഗ് ഏരിയയിൽ തന്റെ ബൈക്കിന് നേരെ നടക്കുന്നതിനിടയിൽ ശ്രീകുമാർ പറഞ്ഞു, വളരെ നല്ലത് മോനെ. ആ ഷെറിനാന്നെ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ, കുറെ നാളായി ആരോടെങ്കിലും ഒന്ന് ഉടക്കിയിട്ടെന്ന് എല്ലേ. ശ്രീകുമാറിന്റെ ബൈക്കിനടുത്ത് ഇരിക്കുകയായിരുന്ന തന്റെ ബുള്ളറ്റിലേക്ക് കയറുന്നതിനിടയിൽ യദു പറഞ്ഞത് കേട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയ ശ്രീകുമാർ അവനെ തിരിഞ്ഞൊന്നു നോക്കി. എന്റെ അമ്മച്ചിയെ, എനിക്ക് വേദിക അറിഞ്ഞുകൂടാ, നിന്നെ അറിഞ്ഞുകൂടാ, എന്നെ പോലും അറിഞ്ഞുകൂടാ മോനെ. അതും പറഞ്ഞ് അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. അതാ പറയുന്നത്, വയ്യാത്ത പട്ടി കയ്യാല ഏറരുതെന്ന്. ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് തിരിക്കുന്നതിനിടയിൽ ചിരിച്ചുകൊണ്ട് യദു പറഞ്ഞു, എന്തായാലും നമുക്ക് നോക്കാം, എന്തേലും ഒരു വഴി തെളിഞ്ഞു വരാതിരിക്കില്ല അളിയാ. ബൈക്ക് ഇരപ്പിച്ച് പുറത്തേക്ക് ഓടിക്കുന്നതിനിടയിൽ ശ്രീകുമാർ പറഞ്ഞത് കേട്ട് യദു തല ആട്ടിയതിനു ശേഷം അവൻ ബുള്ളറ്റ് റോഡിലേക്ക് ഇറക്കി തനിക്ക് പോകാനുള്ള വഴിയിലേക്ക് തിരിച്ചു. 30-ാം തീയതി വൈകുന്നേരം യദു അല്പം നേരത്തെ തന്നെ ഓഫീസിൽ നിന്നും ഇറങ്ങി. അന്ന് കാലത്ത് മുതൽ കാർമേഘങ്ങൾ നിറഞ്ഞ മങ്ങിയ അന്തരീക്ഷമായിരുന്നു. ന്യൂനമർദ്ദം കാരണം മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പേപ്പറിൽ കണ്ടിരുന്നെങ്കിലും സാധാരണ കാലാവസ്ഥക്കാർ മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ അന്ന് വെയിലായിരിക്കും എന്നതുകൊണ്ട് അവൻ അതത്ര കാര്യമാക്കിയിരുന്നില്ല. പക്ഷേ ഓഫീസിൽ നിന്നും ഇറങ്ങിയപ്പോൾ മൂടിക്കെട്ടിയിരുന്ന അന്തരീക്ഷം വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും പെയ്യാൻ തുടങ്ങിയിരുന്നു. കോരിച്ചൊരിയുന്ന മഴ. യദു മുറിയിൽ കയറി പിറ്റേ ദിവസം കാലത്ത് പോകാനുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വേദികയും ഓഫീസിൽ നിന്നും എത്തി. ഷെറിനെത്തിയില്ലേ? നനഞ്ഞ ഡ്രസ് എല്ലാം മാറി ഹാളിലേക്ക് എത്തിയ അവളോട് യദു ചോദിച്ചു. ഇല്ല, അവൾ ലേറ്റാകും. ജനാലയിൽ കൂടെ മഴയുടെ ആരവത്തിലേക്ക് കണ്ണു നട്ടുകൊണ്ട് വേദിക മറുപടി പറഞ്ഞു.
എന്തായി, നിങ്ങളുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞോ? ഇല്ലെന്നേ, ഞാൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അവളുടെ മുഖത്ത് എന്തോ ഒരു ഭയമുള്ളതുപോലെ അവന് തോന്നി. ചായ വേണേ ഫ്ലാസ്കിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വരും വഴി ഭക്ഷണം വാങ്ങിച്ചു. ഇന്നിനി ഉണ്ടാക്കാൻ വയ്യ. അവൻ പറഞ്ഞത് കേട്ടതും പരിഭവം കൊണ്ടെന്നതുപോലെ അവളുടെ കവിളുകൾ വീർത്തു. അയ്യോ, ഞാൻ വാങ്ങിയിട്ടില്ല. ഇവിടെ വന്ന് യദുവിൻ്റെ കൂടെ കൂടി വല്ലതും ഉണ്ടാക്കാമെന്നോർത്തു. അവളുടെ വാക്കുകളിലും ഒരു കൊച്ചു പരിഭവം നിറഞ്ഞിരുന്നു. അന്നോ, എന്നാലേ ഇനി അതിൻ്റെ പേരിൽ മുഖം വീർപ്പിക്കണ്ട. ഞാൻ 3 പേർക്കുള്ളതും വാങ്ങിച്ചിട്ടുണ്ട്. നീ പാക്കിങ് തുടങ്ങിക്കോ. അത് കേട്ടതും അവളുടെ മുഖം തെളിഞ്ഞു. പക്ഷെ പുറത്ത് മാനം വീണ്ടും കറുക്കുകയായിരുന്നു. ഓക്കേ. അതും പറഞ്ഞ് വേദിക അവരുടെ റൂമിലേക്ക് പോയി. യദു അവൻ്റെ മുറിയിലേക്ക് ചെന്ന് ജനാലയിൽ കൂടി മഴ പുഴയിലേക്ക് പെയ്തിറങ്ങുന്നത് നോക്കി നിന്നു. മഴ വീണ്ടും ശക്തമായി കൊണ്ടിരുന്നു. ഇരുട്ടിന് കട്ടി കൂടിയതുപോലെ. അതിശക്തമായ മഴയോടൊപ്പം കാറ്റും ഇടിയും മിന്നലും കൂടി തുടങ്ങി. കണ്ണഞ്ചിപ്പിക്കും വിധം മിന്നൽ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി വന്നു. അതോടൊപ്പം കാതടപ്പിക്കുന്ന ഇടിമുഴക്കവും. അതിനിടയിൽ കരണ്ടും പോയി. ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ ലൈറ്റുകളും കത്തില്ല. ഹാളിൽ നിന്നും വാതിലിൽ തട്ടുന്നത് കേട്ടാണ് യദു പോയി വാതിൽ തുറന്നത്. പേടിച്ചരണ്ട് നിൽക്കുന്ന വേദിക. എന്തു പറ്റി? അവളുടെ നിൽപ്പിലുള്ള പന്തികേട് കണ്ട് യദു ചോദിച്ചു. എനിക്ക് ഈ ഇടിയും മിന്നലും പേടിയാ. കണ്ണുകൾ ചിമ്മിയും കൈകൾ രണ്ടും കാതടച്ചു പിടിക്കാൻ തയ്യാറെടുത്തതുപോലെ കാതിനരികിൽ ചേർത്തും പിടിച്ചുകൊണ്ടുള്ള അവളുടെ ആ നിൽപ്പ് കണ്ട് യദു അവളെ കൗതുകത്തോടെ നോക്കി. ഓ, അത് ശരി, കേറി വാ. ഉള്ളിൽ പൊട്ടിയ ചിരി ചുണ്ടിൽ കാണിക്കാതെ അവൻ അവളെ അകത്തേക്ക് വിളിച്ചു. അത് കേൾക്കേണ്ട താമസം അവൾ അവൻ്റെ മുറിക്കകത്തേക്ക് ഓടിക്കയറി. കട്ടിലിലേക്ക് കയറി കാലുകൾ എടുത്ത് മുകളിലേക്ക് വെച്ച് കൈകൾ കൊണ്ട് ചെവികൾ പൊത്തി കണ്ണുകൾ ഇറുക്കി അടച്ചും കൊണ്ടുള്ള അവളുടെ ആ ഇരിപ്പ് കണ്ട് അവന് ചിരി വന്നു. ഇടയ്ക്ക് പതുക്കെ കണ്ണുകൾ ചിമ്മി തുറന്നു നോക്കിയും മിന്നൽ കാണുമ്പോൾ ഒന്നുകൂടി കണ്ണുകൾ ഇറുക്കി അടയ്ക്കുകയും ചെയ്തുകൊണ്ടുള്ള ആ ഇരിപ്പ് കണ്ടിട്ട് ഒരു കൊച്ചുകുട്ടി പേടിച്ചരണ്ടിരിക്കും പോലെ തോന്നി. വല്ലാത്തൊരു വാത്സല്യം അവൻ അവളോട് അപ്പോൾ തോന്നി. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. പിറുപിറുത്തുകൊണ്ട് അവൾ ചൊല്ലുന്നത് കേട്ട് അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ ചുമലിൽ തട്ടി. കണ്ണുകൾ ചിമ്മി തുറന്ന വേദിക തൊട്ടടുത്ത് ഏതു ഇരിക്കുന്നത് കണ്ട് ആശ്വാസത്തോടെ ഒന്ന് ചിരിച്ചു. എന്തോന്ന് അടിപെണ്ണ ഈ ചൊല്ലുന്നേ? കൈകൾ അപ്പോഴും ചെവിയിൽ തിരികെ അവൾ ചോദിച്ചു. കാതുകൾ അടച്ചു പിടിച്ചിരുന്ന അവളുടെ 2 കൈകളും തൻ്റെ കൈകൾ കൊണ്ട് വലിച്ചു മാറ്റിയിട്ട് അവൻ വീണ്ടും ചോദിച്ചു. നീ ഈ അർജുനനാമങ്ങൾ ചൊല്ലുന്നത് എന്തിനാന്ന്? അത്രയ്ക്ക് പേടിയാണോ ഇടിമിന്നലിനെ? അമ്മ പണ്ട് പറഞ്ഞിട്ടുള്ളതാ. പേടി വരുമ്പോക്കെ അർജുനന്റെ 10 പേരുകൾ ചൊല്ലിയ നമ്മുടെ പേടി പോവും. പെട്ടെന്ന് ശക്തമായൊരു ഇടിയും മിന്നലും ഒരുമിച്ച് വന്നതോടെ അവൾ നിലവിളിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചു. ഏയ് വേദ. വലത് കൈകൊണ്ട് അവളെ പതിയെ ചേർത്ത് പിടിച്ച് തൻ്റെ നെഞ്ചിലൊളിപ്പിച്ച അവളുടെ മുഖത്തേക്ക് തല ചായ്ച്ചിട്ട് അവൻ മെല്ലെ വിളിച്ചു. മുഖമുയർത്താതെ അവൾ വിളി കേട്ടു. ഇപ്പോ പേടിയുണ്ടോ? അവൾ ചുമൽ കൂച്ചി തീരും മുന്നേ അടുത്ത ഇടിവെട്ടി. അയ്യോ! അവന്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ച് വലിച്ച് ഒന്നുകൂടെ അവനെ തന്നിലേക്ക് അടുപ്പിച്ചു പിടിച്ചു അവൾ. ഇങ്ങനൊരു പേടി. പേടിക്കാതെ, ഞാനില്ലേ കൂടെ. അവൾ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. ആ കണ്ണുകളിലെ ഭാവം അവന് മനസ്സിലായില്ല. പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ടെന്ന്. അവളുടെ മുടിയിൽ ഒന്ന് തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു. അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച കൈകൾ വിടാതെ തന്നെ മുഖമുയർത്തി അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ സമയം അവളുടെ കണ്ണുകളിൽ ഭയത്തിനും മേലെ തിളങ്ങിയ പ്രണയം അവന്റെ ഹൃദയത്തെ ഉണർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ അവൾ മന്ത്രിക്കും പോലെ അവനോട് ചോദിച്ചു. എന്നുണ്ടാകൂ കൂടെ? അവൾ പറഞ്ഞ ആ വാക്കുകളിൽ നിറഞ്ഞിരുന്ന പ്രണയം മനസ്സിലാക്കുവാൻ അവൻ അല്പം സമയമെടുത്തു. ഉണ്ടാകൂ എന്നും ഇതുപോലെ എന്റെ കൂടെ? ഷർട്ടിൽ പിടിച്ചിരുന്ന വലത് കൈ ഉയർത്തി അവന്റെ കവളിൽ ചേർത്ത് വെച്ചുകൊണ്ട് അവൾ വീണ്ടും ചോദിച്ചു. വേദ, നീ പറയുന്നത്? അവളുടെ കൈകൾ മെല്ലെ വിടുവിച്ചുകൊണ്ട് അവൻ പറയാൻ തുടങ്ങിയത് വിരലുകൾ അവന്റെ ചുണ്ടിൽ വെച്ചുകൊണ്ട് അവൾ തടഞ്ഞു. ഇഷ്ടമാ, എനിക്ക് ഒരുപാട് ഇഷ്ടമാ. വിട്ട് കളയല്ലേ എന്നെ പ്ലീസ്. മരിച്ചു പോകും ഞാൻ.
ഒരു തേങ്ങലോടെ അവൾ പറഞ്ഞത് കേട്ട് നോക്കുന്നേരം തെളിഞ്ഞ മിന്നലിൽ അവളുടെ കണ്ണുകളിൽ ഈ പ്രപഞ്ചത്തെ ഒന്നാകെ ആവാഹിക്കാനുള്ള പ്രണയം മാത്രമാണ് അവൻ കണ്ടത്. ഉള്ളിലുള്ള പ്രണയം വെളിപ്പെടുത്തിയ അവളുടെ ആ വാക്കുകളിൽ അവൻ നിശ്ചലനായിപ്പോയി. എന്തിനെന്നറിയാതെ അവന്റെ നെഞ്ചിൽ മുഖമിട്ടുരുട്ടിക്കൊണ്ട് അവൾ കരഞ്ഞു. അല്പനേരത്തെ നിശബ്ദതയ്ക്കൊടുവിൽ അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. കരഞ്ഞു കലങ്ങിയ മിഴികൾ ഉയർത്തി അവൾ അവനെ നോക്കി. വേദ, കരയില്ലേടാ പ്ലീസ്. ഞാനൊന്ന് പറയട്ടെ, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. സ്ഥലകാലബോധമുണ്ടായതുപോലെ അവനിൽ നിന്നും അകന്നു മാറി എഴുന്നേറ്റ് നിന്ന വേദിക വീണ്ടും മുഖം പൊത്തിക്കരഞ്ഞു. യദുവിന്റെ മുറിയിലേക്കുള്ള വാതിലിനടുത്തു നിന്നും ആ അലർച്ച കേട്ട് അവർ രണ്ടുപേരും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. വേദികയുടെ മുന്നിൽ നിൽക്കുകയായിരുന്ന യദുവിന് നേർക്ക് പാഞ്ഞു വരുന്ന ഷെറിനെയാണ് അവർ കണ്ടത്. അവർക്ക് നേരെ കുതിച്ചെത്തിയ ഷെറിൻ കട്ടിലിന് മുന്നിൽ നിന്നിരുന്ന യദുവിനെ കാലുയർത്തി ആഞ്ഞു ചവിട്ടി. എന്ത് വേണമെന്നറിയാതെ നിൽക്കുകയായിരുന്ന യദു അപ്രതീക്ഷിതമായ ആ ചവിട്ടുകൊണ്ട് താഴേക്ക് മറിഞ്ഞു വീണു. എന്നതാടാ നീ എന്റെ കൊച്ചിനെ ചെയ്തേ? താഴെ കിടന്ന അവനെ നോക്കി ഷെറിൻ വീണ്ടും അലറി. അയ്യോ ഷെറി, വേണ്ട, അവനെ നീ ഒന്നും ചെയ്യല്ലേടി. കരഞ്ഞുകൊണ്ട് വേദിക താഴെ വീണു കിടന്ന യദുവിന്റെ മുന്നിൽ വട്ടം നിന്ന് ഷെറിനെ തള്ളി മാറ്റി. പിന്നെ തിരിഞ്ഞ് താഴേക്കിരുന്ന് യദുവിന്റെ തോളിലും കൈകളിലും പുറത്തുമെല്ലാം പിടിച്ച് അവനെ തിരിച്ചും ചരിച്ചും വല്ലതും പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാൻ തുടങ്ങി. കരച്ചിലോടെ യദുവിന് വല്ലതും പറ്റിയോ എന്ന് നോക്കുകയും ഇടയ്ക്ക് തിരിഞ്ഞ് ഷെറിനെ ദേഷ്യത്തോടെ നോക്കുകയും ചെയ്യുന്ന വേദികയെ കണ്ട് ഷെറിനും ആകെ കുഴങ്ങി. യദു നിലത്തു നിന്നും പതുക്കെ എഴുന്നേറ്റ് കട്ടിലിലേക്കിരുന്നു. വേദിക അപ്പോഴും അവന് വല്ലതും പറ്റിയോ എന്ന് നോക്കുകയായിരുന്നു. വേദി! ഷെറിൻ അല്പം ഉറക്കെ തന്നെ അവനെ വിളിച്ചു. ഷെറിന്റെ ശബ്ദം കേട്ട് ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയ വേദികയുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകയായിരുന്നു. നീ എന്തിനാ പിന്നെ ഇങ്ങനെ കരയുന്നേ? ഷെറിന്റെ ചോദ്യം കേട്ട് കണ്ണുകൾ തുടച്ച് വേദിക യദുവിനെ നോക്കി. പക്ഷേ അവൻ കട്ടിലിൽ കൈകൾ കുത്തി തല പിന്നിലേക്ക് ചാരി കണ്ണുകൾ അടച്ചിരുന്നതല്ലാതെ അവളെ നോക്കിയതേയില്ല. അല്പനേരം അവനെ തന്നെ നോക്കിയിരുന്ന വേദിക അവൻ തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതും പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് പുറത്തേക്കോടി. യദുവിനെ ഒന്ന് നോക്കിയ ശേഷം ഷെറിനും അവൾക്ക് പുറകെ വേഗം പുറത്തേക്കിറങ്ങി. അല്പനേരം അതേ ഇരിപ്പിൽ തന്നെ ഇരുന്ന യദു പതുക്കെ തല ഉയർത്തി ഒരു നിശ്വാസത്തോടെ കണ്ണുകൾ തുറന്നു. അവന്റെ കണ്ണുകളാകെ കലങ്ങി ചുവന്നിരുന്നു. തല ചരിച്ച് ജനാലയിലൂടെ അവൻ പുറത്തേക്ക് നോക്കി. മഴ തോർന്നിരിക്കുന്നു. ഇലകൾ പെയ്യുന്ന മർമരം കായൽ കാറ്റിനൊപ്പം തണുപ്പും ഇടകലർന്ന് മുറിക്കുള്ളിലേക്ക് അടിച്ചു കയറിക്കൊണ്ടിരുന്നു. അല്പനേരം കഴിഞ്ഞ് തിരികെ മുറിയിലേക്ക് വന്ന ഷെറിൻ അവന്റെ അരികിൽ കട്ടിലിൽ വന്നിരുന്നിട്ട് അവന്റെ തോളിൽ കൈവച്ചു. സോറി യദു. ഷെറിന്റെ ക്ഷമാപണം കേട്ട് അവൻ തല ചരിച്ച് അവളെ നോക്കി. അവന്റെ മുഖത്ത് വിളറിയ ഒരു ചിരി നിറഞ്ഞു. സാരമില്ല ഷെറി. രണ്ടു തുള്ളി കണ്ണുനീർ കവിളിലേക്ക് ഒഴുകിയത് കൈ ഉയർത്തി തുടച്ചു മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു. നിന്നെ ഇഷ്ടമാണെന്ന കാര്യം അവൾ പറഞ്ഞല്ലേ? ഒരു നിശ്വാസം അവനിൽ നിന്നും ഉയർന്നു. നിനക്ക് അവളെ നിന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൂട്ടിടയതു. പ്ലീസ്, നിന്നെ അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടാടാ. പാവല്ലേടാ നമ്മുടെ വേദി. അവന്റെ കൈക്കു മുകളിൽ തന്റെ കൈവച്ചിട്ട് ഷെറിൻ ചോദിച്ചു. അറിയാം ഷെറിൻ, പക്ഷേ എനിക്ക് പറ്റില്ലടാ. അവളെ എന്നല്ല ഒരു പെണ്ണിനെയും ഇനി അങ്ങനെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല. ബട്ട് വൈ മാൻ? ഷെറിന്റെ ആ ചോദ്യത്തിന് മറുപടി പറയാതെ യദു കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. വേദ എവിടെ? റൂമിലുണ്ടോ? യദുവിന്റെ ചോദ്യം കേട്ട ഷെറിൻ തല ഇളക്കി. നീ വന്നേ, നമുക്ക് നിങ്ങളുടെ മുറിയിലേക്ക് പോകാം. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വന്നേ. അവൻ വിളിച്ചത് കേട്ട് എഴുന്നേറ്റ ഷെറിനെയും കൂട്ടി അവൻ അവരുടെ റൂമിലേക്ക് നടന്നു. അവർ ചെല്ലുമ്പോൾ വേദിക ജനലഴികളിൽ പിടിച്ച് തോർന്നു തുടങ്ങിയ മഴയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. മുറിയിലേക്ക് അവർ വരുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ അവൾ ഷെറിന്റെ കൂടെ യദുവിനെയും കണ്ട് അവർക്ക് നേരെ തിരിഞ്ഞ് ജനലഴികളിൽ ചാരി മുഖം കുനിച്ചു നിന്നു. അകത്തേക്ക് വന്ന യദു അവിടെയുള്ള കസേര വലിച്ചിട്ട് അതിലേക്ക് ഇരുന്ന ശേഷം അവരെ രണ്ടുപേരെയും നോക്കി. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഷെറിനും വേദികയും അവൻ പറഞ്ഞത് കേട്ട് പരസ്പരം ഒന്ന് നോക്കിയിട്ട് ആകാംക്ഷയോടെ അവന്റെ നേരെ തിരിഞ്ഞു. ഇപ്പോൾ ഈ കാണുന്ന യദുവിനെ മാത്രമേ നിങ്ങൾക്കറിയൂ. പാട്ടുപാടുന്ന, തമാശകൾ പറയുന്ന, പാചകം ചെയ്യുന്ന യദു. പക്ഷേ എനിക്കിതിനു മുന്നേ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാലം. ആ ഓർമ്മകളിൽ നിന്ന് മോടി ഒഴിക്കാൻ സാധിക്കാതെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോയൊരു യദുവുണ്ട്.
അവൻ പറഞ്ഞത് കേട്ട് പകച്ച മിഴികളോടെ വേദിക മുഖമുയർത്തി അവനെ നോക്കി. അവളുടെ മുഖത്ത് വേദന നിറഞ്ഞു. ഒരു ഏങ്ങലോടെ അവൾ ഓടി അവന്റെ അരികിലെത്തി താഴെ ഇരുന്നു കൊണ്ട് അവന്റെ കൈകൾ എടുത്തു പിടിച്ചു. എന്തൊക്കെയാ ഏതോ ഈ പറയുന്നേ? ജീവിതം അവസാനിപ്പിച്ച് കളയാൻ ശ്രമിച്ചെന്നോ? അതിനു മാത്രം എന്താ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? എനിക്കറിയണം, പറയ്. അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന അവളുടെ വിറക്കുന്ന വിരലുകൾ എടുത്തു മാറ്റാൻ ശ്രമിക്കാതെ ആ കൈകൾക്ക് മുകളിൽ തന്റെ കൈകൾ വെച്ച് അവൻ അവളുടെ നിറഞ്ഞ മിഴികളിലേക്ക് നോക്കി. എന്റെ അച്ഛൻ, അമ്മ, പിന്നെ അമ്മു, ഇവരെ പറ്റിയില്ല നിങ്ങൾക്കറിയാം. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാത്ത ചിലർ കൂടിയുണ്ട് അവിടെ. ഞങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് തറവാട്, ശങ്കരമംഗലം തറവാട്. തിരുനാവായ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് വരും. തറവാട്ടിൽ അപ്പൂപ്പനും അമ്മുമ്മയും, അമ്മാവനും അമ്മായിയും, പിന്നെ അമ്മാവന്റെ ഒരു മകൾ, ഞങ്ങൾ ചിന്നു എന്ന് വിളിക്കുന്ന ആതിര. ആ പേര് പറഞ്ഞപ്പോൾ അവന്റെ മുഖമൊന്ന് മുറുകി. എന്റെ മുറപ്പെണ്ണായിരുന്നു അവൾ. ജനിച്ചു വീണപ്പോൾ തന്നെ അമ്മാവനും അമ്മയും അപ്പൂപ്പനുമെല്ലാം പേര് ചൊല്ലിപ്പറഞ്ഞ ബന്ധം. അങ്ങനെ കുഞ്ഞുനാൾ മുതൽ മനസ്സിൽ കൊണ്ടു നടന്ന ബന്ധമായിരുന്നു അത്. ഞാൻ എവിടെ പോയാലും കയ്യിൽ തൂങ്ങി അവൾ ഉണ്ടാവും കൂടെ. പാടത്തും വരമ്പത്തും വീടിലും തൊടിയിലും കളിച്ചു രസിച്ച കുട്ടിക്കാലം. അവൾക്ക് വേണ്ടി അമ്പലക്കുളത്തിലെ ആമ്പൽ പൊട്ടിച്ചും തൊടിയിലെ മാവിലും പേരമരത്തിലും വലിഞ്ഞു കയറി പുളിയനുറുമ്പിന്റെ കടിയും കൊണ്ട് മാങ്ങയും പേരക്കയും പൊട്ടിച്ചു കൊടുത്തും നടന്നിരുന്ന കാലം. പാടത്തെ തോട്ടിലും വീട്ടിലെ കുളത്തിലും തോർത്ത് വിരിച്ച് മീനിനെ പിടിച്ച് കുപ്പിയിൽ നിറച്ച് അതിൽ പായലുമിട്ട് അതിനടിയിൽ കൂടി അവ നീന്തി നടക്കുന്നത് കണ്ട് സന്തോഷിച്ച ആ കാലം. അന്ന് തൊട്ടേ അറിയാമായിരുന്നു ഞങ്ങൾ ഒരുമിക്കാനുള്ളവരാണ്. വളർന്നപ്പോൾ ആ ബന്ധം പറിച്ചു മാറ്റാനാവാത്ത വിധം മനസ്സിൽ പതിഞ്ഞിരുന്നു. ആ ഓർമ്മകളിലേക്ക് തിരികെ പോയതുപോലെ അവൻ അല്പനേരം കണ്ണുകൾ അടച്ചിരുന്നു. മടിയിലിരുന്ന കയ്യിൽ വേദികയുടെ വിരലുകൾ കോർക്കുന്നതറിഞ്ഞ് അവൻ കണ്ണുകൾ തുറന്ന് അവളെ നോക്കി. കൗമാരകാലത്തെ വൈകുന്നേരങ്ങൾ ഭാരതപ്പുഴയുടെ തീരത്തെ മണൽത്തിട്ടയിൽ ഇരുന്നും കിടന്നും കിന്നരിച്ചു തീർത്തു ഞങ്ങൾ. എഞ്ചിനീയറിംഗ് കോളേജിലെ പഠിത്തം കഴിഞ്ഞ് ഞാൻ UAE-യിലുള്ള ക്യൂബ്സിക്സ് എന്ന കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ ചിന്നു എഞ്ചിനീയറിംഗിന് 6th സെമസ്റ്റർ ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് ഫോണിൽ കൂടെയായിരുന്നു ഞങ്ങൾ പ്രണയിച്ചത്. എല്ലാ ദിവസങ്ങളിലും ജീവവായു പോലെയുള്ള വിളികൾക്ക് കാതോർത്തിരുന്ന സമയം. അവളുടെ പഠിപ്പ് കഴിഞ്ഞ ഉടനെ കല്യാണം വേണമെന്നായിരുന്നു ഞങ്ങളുടെ 2 വീട്ടുകാരുടെയും ആവശ്യം. പക്ഷെ അവൾക്ക് കുറച്ചുകൂടെ പഠിക്കണമെന്നായിരുന്നു. UK-യിൽ പോയി MS ചെയ്യണമെന്ന് അവൾ എന്നോടാ ആദ്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞാലേ വീട്ടിൽ സമ്മതിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. അവളുടെ ഒരാഗ്രഹത്തിനും എതി നിൽക്കാത്ത ഞാൻ അതും വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചു. എന്നിട്ട് ഇടയ്ക്ക് കയറി ചോദിച്ച ഷെറിന്റെ നേരെ നോക്കിയിട്ട് ഏതു തുടർന്നു. അവൾ UK-യിലെത്തിയിട്ടും ഞങ്ങളുടെ ഫോൺ വിളികളും സല്ലാപങ്ങളും പതിവ് പോലെ തന്നെ തുടർന്നുപോയി. പക്ഷേ അവിടെ എത്തി 1 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ അവളുടെ വിളികൾ കുറഞ്ഞു വന്നു. ഞാൻ വിളിച്ചാലും എടുത്താൽ തിരക്കാണെന്നും മറ്റും പറഞ്ഞ് കോൾ അവസാനിപ്പിക്കാനാ അവൾ ശ്രമിച്ചിരുന്നത്. വിഷമം തോന്നിയെങ്കിലും പഠിക്കാനുള്ള തിരക്ക് കൊണ്ടാവുമെന്ന് ഞാൻ സമാധാനിച്ചു. ഒരിക്കൽ അവളുടെ ബർത്ത്ഡേക്ക് ഞാൻ അവൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് അയച്ചു. അവളുടെ ഫോട്ടോ ഉള്ള ഒരു കേക്ക് ബർത്ത്ഡേയുടെ അന്ന് അവൾക്ക് കിട്ടുന്ന വിധത്തിൽ ഞാൻ ഓൺലൈനായിട്ട് അറേഞ്ച് ചെയ്തു. അത് ഡെലിവേർഡ് എന്ന സ്റ്റാറ്റസ് കണ്ട് അവളുടെ വിളിയും പ്രതീക്ഷിച്ചിരുന്ന എന്നെ അന്ന് രാത്രി അവൾ വിളിച്ചു. ഫോൺ എടുത്ത് അവളെ വിഷ് ചെയ്ത എന്നോട് അവൾ പറഞ്ഞ വാക്കുകൾ എൻ്റെ ജീവിതം തന്നെ തകർത്ത് കളയാൻ ശക്തിയുള്ളതായിരുന്നു. അവന്റെ മുഖം മുറുകുന്നതും കണ്ണുകൾ കലങ്ങുന്നതും കണ്ട് അവന്റെ കൈകളിൽ കോർത്തു പിടിച്ചിരുന്ന വേദിക തന്റെ വിരലുകൾ ഒന്നുകൂടി അവന്റെ കൈകളിൽ മുറുക്കി പിടിച്ചു. അവളുടെ വിവാഹം കഴിഞ്ഞത്രേ, കൂടെ പഠിക്കുന്നൊരു പയ്യനുമായി. ഇനി അവളെ വിളിച്ച് ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. ഒരു മരവിപ്പ് മാത്രമായിരുന്നു ആ സമയം മനസ്സിൽ തോന്നിയത്. കിച്ചണിലേക്ക് നടന്നതും കത്തിയെടുത്തുകൊണ്ട് ബാത്റൂമിൽ കയറി ഇടത്തെ കൈയിലെ ഞരമ്പ് മുറിച്ച് കൈ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിയിരുന്നതുമൊക്കെ യാന്ത്രികമായിട്ടായിരുന്നു. ബക്കറ്റിലെ ആ വെള്ളത്തിൽ ചോരയുടെ ചുവപ്പ് കലരുന്നതും നോക്കി ചിരിച്ചുകൊണ്ടിരുന്ന എൻ്റെ കണ്ണുകളിൽ എപ്പോഴോ ഇരുട്ട് കയറി. കഴിഞ്ഞുപോയ ആ സംഭവങ്ങളുടെ വേദനിപ്പിക്കുന്ന ഓർമ്മയിൽ ഏതോ ഒന്ന് തലകുടഞ്ഞു. അവൻ പറഞ്ഞത് കേട്ട് വേദിക ഒരു തേങ്ങലോടെ അവന്റെ ഇടത് കൈ പിടിച്ചു നോക്കി. ഒഴിഞ്ഞുപോയ പ്രണയത്തിന്റെ നീറുന്ന ഓർമ്മകൾ പോലെ അവന്റെ ഇടത് കൈപ്പത്തിക്ക് കീഴെ ഞരമ്പുകൾക്ക് കുറുകെ സ്റ്റിച്ചുകൾ ഇട്ടിരിക്കുന്നത് പോലൊരു പാട് കണ്ടതും അവൾ അവന്റെ കയ്യിൽ മുറുക്കി പിടിച്ചു. ഇനിയൊരിക്കലും ആർക്കും വേദനിപ്പിക്കാൻ വിട്ടുകൊടുക്കില്ലെന്ന് പറയാതെ പറയും പോലെ. പുറത്തുപോയിരുന്ന ശ്രീകുമാർ ആ സമയം തിരിച്ചെത്തിയതുകൊണ്ട് ഞാനിപ്പോൾ ജീവനോടെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നു. കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി ഒന്ന് ചിരിച്ച ശേഷം അവൻ പറഞ്ഞു. യദുവിന്റെ കസേരയ്ക്കടുത്ത് വെറും നിലത്തിരിക്കുകയായിരുന്ന വേദിക തിരിഞ്ഞ് ഷെറിനെ നോക്കി. തന്റെ കലങ്ങിച്ചു വന്ന കണ്ണുകൾ അവർ കാണാതിരിക്കുവാൻ
ഷെറിൻ അവരുടെ മുഖത്തു നിന്നും മിഴികൾ മാറ്റി. തുടരും. ഒരു പേയിങ് ഗസ്റ്റ് പ്രണയം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകുകയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ. താങ്ക് യു. See you soon.